പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഭയം കൂടാതെ സംസാരിക്കുന്നതിനെക്കുറിച്ചാണ്. ഭയം കൂടാതെ സംസാരിക്കാൻ ആത്മധൈര്യം ആവശ്യമാണ്. പലപ്പോഴും പലരും സത്യം സംസാരിക്കാൻ മടിക്കുന്നതിൻ്റെ ഒരു കാരണം ബന്ധങ്ങൾ നഷ്ടമാകുന്നതുകൊണ്ടാവാം, റെപ്യൂട്ടേഷനെ ഓർത്തിട്ടാവാം, സുഹൃത്ത് ബന്ധങ്ങളെ ഓർത്തിട്ടാവാം, സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന എതിർപ്പിനെയും വിമർശനങ്ങളെയും തുടർന്നുള്ള കഷ്ടതകളെയും ഓർത്തിട്ടാവാം. എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും സത്യം സംസാരിക്കപ്പെടാതെ, സത്യം പുറത്തു വരാതെ വരുന്ന പല അവസ്ഥകളും നാം കണ്ടിട്ടുണ്ട്. സുവിശേഷത്തിലൂടെ ഈശോ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കണം. മനുഷ്യരെ ഭയപ്പെടാതെ നാം സത്യം സംസാരിക്കുന്നവരായിരിക്കണം. ഈശോയെ പിൻചൊല്ലുന്നത്, ഈശോയുടെ അനുയായികളായിരിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഈശോ തന്നെ നമ്മളോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പല രീതിയിലുള്ള പീഡനങ്ങളും നേരിടേണ്ടി വരും. സമൂഹത്തിൽ നിന്നുള്ള പല എതിർപ്പുകളും എന്നെ പ്രതി നേരിടേണ്ടി വരും. നിന്ദനങ്ങൾ ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഈശോയെ പിൻചൊല്ലുന്ന ഒരു വ്യക്തി സമൂഹത്തിൽ സത്യം സംസാരിക്കുമ്പോൾ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും, വിമർശനങ്ങൾ നേരിടേണ്ടി വരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വചനങ്ങളിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, ഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞവ പ്രകാശത്തിൽ പറയുവിൻ. ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. പ്രൈസ് ദി ലോർഡ്. ശരീരത്തെ കൊല്ലാൻ കഴിയുന്നവരെ, ഈ ലോകത്തിൽ നമ്മളെ മാനസികമായും ശാരീരികമായും വേദനിപ്പിക്കാൻ കഴിയുന്നവരെ, നമ്മളെ പീഡിപ്പിക്കുന്നവരെ, അവരെ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ ഭയമുണ്ടാകുമ്പോൾ ഈ വചനങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരട്ടെ. ഈ വചനങ്ങൾ നമുക്ക് ശക്തി തരട്ടെ. ജെറമ്യ പ്രവാചകൻ്റെ ജീവിതത്തിലും സത്യം സംസാരിക്കേണ്ടി വന്നത് മൂലം വളരെയധികം പീഡകൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. തൻ്റെ പരാതികൾ, തൻ്റെ നിരാശ, ഇതെല്ലാം ജെറമ്യ പ്രവാചകൻ പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ ഉയർത്തുന്നുണ്ട്. അതിൽ 11-ാമത്തെ വാക്യം നമുക്കും ജെറമ്യ പ്രവാചകനോട് ചേർന്ന് പ്രാർത്ഥിക്കാം, പ്രഖ്യാപിക്കാം. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും. അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയം വരിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അപമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനങ്ങൾ നമുക്ക് ശക്തി തരട്ടെ. ദൈവത്തെ പ്രതി, കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിനെ പ്രതി നിന്ദനവും അപമാനവും ഉണ്ടാകുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതായിരിക്കും. ആമേൻ. ഈ വചനം നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭയം കൂടാതെ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ശക്തി തരട്ടെ. വചനശക്തിയാൽ നാം നിറയട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ സംസാരിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെയെല്ലാം ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.